Today we are going to see language acquisition and learning. എന്താണ് language acquisition and learning that we will see. So first of all we will see a difference between what is language acquisition and what is learning. Language learning. അപ്പോൾ ഇത് തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. എന്നിട്ട് നമുക്ക് language acquisition എന്താണെന്ന് നോക്കാം. ഓക്കെ. So language acquisition is a subconscious process. Okay. While learning is a conscious process. Learning എന്ന് പറയുമ്പോൾ നമ്മൾ ലാംഗ്വേജ് അക്വിസിഷൻ ചെയ്യുന്നുണ്ട്, നമ്മൾ ലേൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മീൻസ് നമുക്കറിയാം ലാംഗ്വേജ് ലേണിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ നോർമലി ഒരു കാര്യം പഠിച്ചെടുക്കുന്നതിനാണ് നമ്മൾ ലേണിംഗ് എന്ന് പറയുന്നത്. അക്വിസിഷൻ എന്ന് പറയുന്നത് മീൻസ് നമ്മൾ സ്വയത്തമാക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഒരു രണ്ട് കേസിലും തമ്മിലുള്ള ഡിഫറൻസ്, പ്രധാനപ്പെട്ടൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് acquisition is a subconscious process. We are not taking any conscious effort in acquisition, but in learning എങ്ങനെയാണ്, ഇറ്റ്സ് എ കോൺഷ്യസ്. നമുക്കറിയാം നമ്മൾ പഠിക്കുകയാണ്, നമ്മൾ അറിയാതെ പഠിച്ചു പോകുന്നതല്ല, നമ്മൾ പഠിക്കുകയാണ് എന്നുള്ളത് നമുക്കറിയാം, കോൺഷ്യസ് പ്രോസസ്സാണ്. അപ്പോൾ നമ്മളിപ്പം എന്താ പറയുക, നമുക്കറിയാം നമ്മളിപ്പം നമ്മളെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ എന്താ പറയുക, നമ്മൾ ഷൂസ് ഇടുന്നു, അതുപോലെ നമ്മൾ ഡ്രസ്സ് ചെയ്യുന്നു. ഇതൊക്കെ നമ്മളിങ്ങനെയാണ്, നമ്മളിങ്ങനെ ഓട്ടോമാറ്റിക്കായി പഠിച്ചു പോയതാണ്. അത് നമ്മൾ വേണമെന്ന് കരുതി ചെയ്യുന്ന കാര്യങ്ങളല്ല. അതായത് നമ്മൾ എന്താണ്, അത് നമ്മൾ അക്വിസിഷൻ ചെയ്ത കാര്യങ്ങളാണ്. നമ്മൾ ലേൺ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്താ, നമ്മൾ PSCക്ക് ഇരുന്ന് പഠിക്കുന്നത് കോൺഷ്യസ് ആയിട്ട് നമ്മൾ ശ്രമിക്കുകയാണ്, അത് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതല്ല. അപ്പോൾ അത് എന്താണ് ലേണിങ്. ഇപ്പോൾ ലാംഗ്വേജിനും അക്വിസിഷനും ലാംഗ്വേജ് ലേണിങ്ങും ഉണ്ട്. അപ്പോൾ അതെന്താണെന്നുള്ളതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദെൻ implicit knowledge and explicit knowledge. Implicit knowledge, acquisition is implicit. Acquisition is related to implicit knowledge, and language learning is related to explicit knowledge. അപ്പോൾ എന്താണ് implicit knowledge? Implicit knowledge എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a type of knowledge that we cannot explain, we cannot elaborate on it. അതാണ്, നമുക്കൊരു കാര്യം അറിയാം, അത് നമ്മൾ പക്ഷെ നമുക്ക് എങ്ങനെയാണെന്ന് അതൊരാളോട് പറഞ്ഞു കൊടുക്കാൻ അങ്ങനെ കഴിയില്ല. മീൻസ് അതിൻ്റെ റൂൾസ് ഇങ്ങനെയാണ്, റെഗുലേഷൻ ഇങ്ങനെയാണ് എന്നൊന്നും പറയാൻ നമുക്കറിയില്ല. അങ്ങനെയുള്ള നോളേജിന് പറയുന്നതാണ് ഇംപ്ലിസിറ്റ് നോളേജ് എന്നുള്ളത്. എക്സ്പ്ലിസിറ്റ് നോളേജ് മീൻസ് ദറ്റ് യു ക്യാൻ explain it, you can elaborate on it, you can describe it. ഒരു സെറ്റ് ഓഫ് നോളേജിനെ നിങ്ങൾക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഫോട്ടോസിന്തസിസ് എന്താണെന്ന് അത് നമ്മൾ ഡിഫൈൻ ചെയ്ത് പറഞ്ഞു കൊടുക്കുന്നു. ഇപ്പോൾ നമ്മൾ നൗൺ, വേർഡ് ഓർഡർ, ഇതൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു. അതാണ് എക്സ്പ്ലിസിറ്റ് നോളേജ്. മീൻസ് അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ. ഇംപ്ലിസിറ്റ് നോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ അക്വിസിഷൻ എപ്പോഴും ഇംപ്ലിസിറ്റ് നോളേജാണ്. ഇതറിയാം, എങ്ങനെയാണെന്ന് അറിയില്ല, മീൻസ് അതറിയാം പക്ഷേ എങ്ങനെയാണെന്ന് അറിയില്ല. മീൻസ് അതാണ് ഇംപ്ലിസിറ്റ് നോളേജ് ആൻഡ് the difference between implicit knowledge and explicit knowledge. Now learning acquisition is very instinctive, natural, passive process. Okay, but learning is an active or that demands intellectual effort. നമ്മൾ കുത്തിയിരുന്ന് പഠിച്ചുണ്ടാക്കണം, that is learning. But acquisition it's very normal. നമ്മളിങ്ങനെ അതിൽ ആ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഉണ്ടായാൽ മതി, അതിങ്ങനെ അറിയാതെ നമ്മളിലേക്ക് ഇങ്ങനെ വന്ന് പോകും. ഓക്കെ, ദാറ്റ് ഈസ് ദ ഡിഫറൻസ്, വൺ ഓഫ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലാംഗ്വേജ് അക്വിസിഷൻ ആൻഡ് ലാംഗ്വേജ് ലേണിംഗ്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ദാറ്റ് ഈസ് so we were talking about the difference between language acquisition and language learning. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, language acquisition is a subconscious process and it is based on implicit knowledge. That means that we cannot explain it to someone easily. Then it is a very instinctual, natural process in which we need not have to take part as an active ഇൻഡിവിജ്വൽ ആക്റ്റീവ് എലമെൻറ്റ്. നമുക്കത് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ വരുന്നതാണ് അക്വിസിഷൻ.
ബട്ട് ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല. ഇറ്റ്സ് എ കോൺഷ്യസ് പ്രോസസ് വിച്ച് ഈസ് ബേസ്ഡ് ഓൺ എക്സ്പ്ലിസിറ്റ് നോളേജ് ആൻഡ് ഇറ്റ് ഈസ് എൻ ആക്റ്റീവ് ഇൻ്റലക്ച്വൽ എഫേർട്ട് ആക്ഷൻ ദാറ്റ് ഡിമാൻഡ്സ് an active engagement from the part of the person who is learning this particular thing. അപ്പോൾ ഈ ലാംഗ്വേജ് പഠിക്കുമ്പോൾ അത് ലേൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ നമ്മളൊരു എഫേർട്ട് എടുക്കണം. ഓക്കെ, നൗ ലാംഗ്വേജ് അക്വിസിഷൻ ഈസ് ബേസ്ഡ് ഓൺ പ്രാക്ടീസ്, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ കമ്മ്യൂണിക്കേഷൻ. നമ്മൾ എത്രമാത്രം ആ ഒരു ഇതിലേക്ക് നമ്മൾ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു, അത് നമ്മൾ എത്രമാത്രം കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യുന്നു, ദാറ്റ് ഈസ് വാട്ട് മേക്സ് language acquisition possible. That is a must. But in language learning we are focusing on theories, we are focusing on the form. എങ്ങനെ ഈ ലാംഗ്വേജിൻ്റെ സിസ്റ്റം എങ്ങനെയാണ്, റൂൾസ് എങ്ങനെയാണ്, റെഗുലേഷൻസ് എങ്ങനെയാണ്, അതൊക്കെയാണ് നമ്മളിങ്ങനെ ലാംഗ്വേജ് ലേണിങ്ങിൻ്റെ സമയത്ത് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, നൗ in language acquisition we believe we have to make meaningful interactions. Means normal ആയിട്ട് നമ്മൾ സാധാരണഗതിയിൽ സംസാരിക്കുന്ന പോലെ മീൻസ് when we communicate with someone it is a very normal thing, it is based on meaningful interactions. But when it comes to learning, of course it is very ഫോർമലായിട്ട് ഓരോ സെൻറ്റൻസുകളായി പറഞ്ഞുകൊണ്ട് ഓരോ സെൻറ്റൻസുകൾ നമ്മൾ റൈറ്റ് ചെയ്തുകൊണ്ട് അങ്ങനെയാണ് നമ്മൾ ഫോർമലായിട്ടുള്ള ഇൻട്രാക്ഷനാണ് ലേണിംഗ് ബേസ് ചെയ്ത് നിൽക്കുന്നത്. നൗ ഇൻ ലാംഗ്വേജ് അക്വിസിഷൻ ദർ ഈസ് എ കോൺസ്റ്റൻറ്റ് എഫേർട്ട് ടു ബിൽഡ് എ സ്കിൽ ഓർ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ അബിലിറ്റി. ബട്ട് ലേണിംഗ് ഈസ് സംതിങ് ലൈക്ക് നോളേജ് ബിൽഡിംഗ്. ഓക്കെ, മാത്രമല്ല അക്വിസിഷൻ എന്ന് പറയുന്ന സമയത്ത് അവിടെ വേറൊരു പ്രധാനപ്പെട്ട ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡക്റ്റീവ് മെത്തേഡാണ്. ഇൻഡക്റ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ വി ലേൺ ഓൾ ദ എലമെൻറ്റ്സ് ഓഫ് ലാംഗ്വേജ് ലൈക്ക് സെൻറ്റൻസ് ഒക്കെ പറയൽ തുടങ്ങി. പിന്നെ നമ്മൾ കുറേ കഴിയുമ്പോഴാണ് വി ആർ ഗോയിങ് ടു അണ്ടർസ്റ്റാൻഡ് ദ റൂൾസ്. അതിൽ നിന്ന് നമ്മൾ റൂൾസ് എക്സാമ്പിൾസൊക്കെ നമുക്ക് ഓൾറെഡി അറിയാം, എന്നിട്ട് അതിൽ നിന്നാണ് നമ്മൾ റൂൾസിലേക്കൊക്കെ പോകുന്നത്. മീൻസ് നോർമലി ഇപ്പോൾ നമ്മൾ ലാംഗ്വേജ് 1 മീൻസ് മദർ ടങ് പഠിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം ഇവിടെ സന്ധി ഉണ്ടോ, സമാസം ഉണ്ടോ, അതല്ലെങ്കിൽ പാസ്റ്റ് പ്രസൻറ്റ്, ഇതൊന്നുമല്ല നമ്മൾ കൺസെപ്റ്റ്. ദറ്റ് ഈസ് വി ആർ ബേസിക്കലി using the language and then we move on. ഓക്കെ, അപ്പോൾ അതിന് തന്നെ പറയുന്ന മറ്റൊരു നെയിമാണ് ബോട്ടം അപ്പ് മെത്തേഡ് എന്നുള്ളത്. ഓക്കെ, ബോട്ടമിൽ നിന്ന് നമ്മൾ അപ്പിലേക്ക് പോകും. മീൻസ് അതിൻ്റെ എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ശരിക്കും ആദ്യം പഠിച്ചു പോകുന്നത് അക്വിസിഷനിൽ സംഭവിക്കുന്നത്. ബട്ട് അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ ഇൻഡക്റ്റീവ് മെത്തേഡ്, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഇൻഡക്റ്റീവ് മെത്തേഡ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇൻഡക്റ്റീവ് ദറ്റ് ഈസ് പെർട്ടിക്കുലർ ടു ജനറൽ. ബട്ട് ലേണിംഗ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഡിഡക്റ്റീവാണ്. മീൻസ് ആദ്യം നമുക്ക് ഇങ്ങനെ ഒരു വേർഡ് ഓർഡറിനെ കുറിച്ചോ സെൻറ്റൻസോ അതല്ലെങ്കിൽ നൗൺ, വേർബ്, പ്രൊനൗൺ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ റൂൾസ് എങ്ങനെ വരുന്നു, എങ്ങനെയാണ് പാസ്റ്റ് പ്രസൻറ്റ് ഇതൊക്കെ വരുന്നത് എന്നുള്ളതൊക്കെ പഠിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് അപ്ലൈ ചെയ്യുന്നു. അത് എക്സാമ്പിളിലേക്ക് വെച്ച് ഓക്കെ ഹി എയ്റ്റ്സ് ആൻ ആപ്പിൾ, ദെൻ he eats an പിന്നെ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ he eats an apple എന്ന് പറഞ്ഞാൽ പിന്നെ he ate an apple, then they eat an apple. അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ച് ആ ഒരു എന്താ പറയുക ആ ഒരു ഗ്രാമർ, പ്രസൻറ്റ് ടെൻസ്, പ്രസൻറ്റ് they are eating apple എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആ എക്സാമ്പിളിലേക്ക് പോയി നമ്മൾ ഡിറ്റക്റ്റീവ് ദാറ്റ് ഈസ് ടോപ്പ് ടു ഡൗൺ മെത്തേഡ്. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ലേണിംഗ് ചെയ്യുമ്പോൾ ലാംഗ്വേജ് ലേൺ ചെയ്യുന്ന സമയത്ത് ലേണിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് ഇങ്ങനെയാണ് വരുന്നത്. ദറ്റ് ഈസ് എ കോൺഷ്യസ് പ്രോസസ് വിച്ച് ഈസ് ബേസ്ഡ് ഓൺ എക്സ്പ്ലിസിറ്റ് നോളേജ്, ദെൻ ഇറ്റ് ഈസ് ആൻ ആക്റ്റീവ് ഇൻ്റലക്ച്വൽ എഫേർട്ട് ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ തിയറി ആൻഡ് ദർ ഈസ് ഫോർമൽ ഇൻറ്ററാക്ഷൻസ് ഹാപ്പനിങ് while we learn a language, and this language learning is basically knowledge building which depends on deductive or top to down method. ഇങ്ങനെയാണ് ലേണിംഗ് എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ശരിക്കും ലേണിംഗ്. ഇപ്പോൾ നമ്മൾ ലാംഗ്വേജ് ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് സെപ്പറേറ്റ് ആയി ഡിഫൈൻ ചെയ്യേണ്ട കാര്യമില്ല. ബിക്കോസ് ദ തിങ് ഈസ് ദാറ്റ് ദിസ് ഈസ് സിമ്പിൾ ആസ് ഇറ്റ് ഈസ്. ലേണിംഗ് എന്ന് പറയുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അത് വളരെ ഫോർമലായി അത് എഫേർട്ട് എടുത്തുകൊണ്ട് നമ്മൾ കുത്തിയിരുന്ന് അത് പഠിച്ചെടുക്കുന്നത്, അതിനാണ് ലേണിംഗ് എന്ന് പറയുന്നത്, ലാംഗ്വേജ് ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, now we have to see language acquisition.